So fuel cell എന്ന് പറഞ്ഞാൽ basically അതൊരു electrochemical device ആണ്. It's an electrochemical device ആണ്. ഇത് കൺവേർട്ട് ചെയ്യുന്നത് chemical energy of fuel, ഒരു chemical energy of fuel directly into electrical energy. കെമിക്കൽ എനർജീനെ ഡയറക്റ്റ്ലി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു ഡിവൈസ് ആണ്. അതൊരു ഇലക്ട്രോ കെമിക്കൽ ഡിവൈസ് ആണ് ഈ ഫ്യൂൽ സെൽ എന്ന് പറയുന്നത്. ഈ ഫ്യൂൽ സെല്ലിൽ രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ടാവുക. ഫസ്റ്റ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഡിനെ നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയും. ദാറ്റ് ഈസ് നോൺ ആസ് ആനോഡ്. നമ്മൾ ഫിഗറിൽ കാണാം. ഒന്നിന് ആനോഡ് എന്ന് പറയും. അത് നെഗറ്റീവ് ഇലക്ട്രോഡിന് കാഥോഡ് എന്ന് പറയും. കാഥോഡ് എന്ന് പറയും. ആൻഡ് ദിസ് ടു നമുക്ക് ഈ ഫിഗറിൽ കണ്ട പോലെ തന്നെ ദിസ് ടു ആർ സെപ്പറേറ്റഡ് ബൈ എൻ ഇലക്ട്രോലൈറ്റ്. ഒരു ഇലക്ട്രോലൈറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ഈ രണ്ട് ആനോഡും കാഥോഡും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോലൈറ്റ് ക്യാരീസ് ദ ഇലക്ട്രിക്കലി ചാർജ്ഡ് അയൺ. ഈ ഇലക്ട്രോലൈറ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് ക്യാരീസ് ദ ഇലക്ട്രിക്കലി ചാർജ്ഡ് അയൺസ് ഫ്രം വൺ ഇലക്ട്രോഡ് ടു ദ അനദർ. അതായത് ആനോഡിന്ന് കാഥോഡ് വരെ. ഈ ഇലക്ട്രോലൈറ്റ് മെറ്റീരിയൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് ക്യാരീസ് ദ ചാർജ്ഡ് അല്ലെങ്കിൽ ഇറ്റ് ക്യാരീസ് ദ അയൺസ്, ചാർജ്ഡ് ആയിട്ടുള്ള അയൺസിന് ഫ്രം വൺ ഇലക്ട്രോൺ ടു നെക്സ്റ്റ് ദ അതർ ഇലക്ട്രോൺ ക്യാരി ചെയ്യും. ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇലക്ട്രോലൈറ്റിന്റെ ഡിപ്പെൻഡൻസി ബേസ് ചെയ്തിട്ട് there are different types of cells. Fuel cells തന്നെ different types ഉണ്ടെന്ന് നമുക്ക് പറയാം. ലൈക്ക് ആൽക്കലൈൻ ഫ്യൂൽ സെൽസ് ഉണ്ട്, അതേപോലെ തന്നെ ഡയറക്റ്റ് ആൽക്കഹോൾ ഫ്യൂൽ സെൽസ് ഉണ്ട്, പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ഫ്യൂൽ സെൽസ് ഉണ്ട്, ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂൽ സെൽസ് ഉണ്ട്, മോൾട്ടൺ കാർബണേറ്റ് ഫ്യൂൽ സെൽസ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്യൂൽ സെൽസ് ഉണ്ട്. ആ ഫ്യൂൽ സെൽസിന്റെ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബേസ്ഡ് ഓൺ ദിസ് ഇലക്ട്രോലൈറ്റ് ആണ്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഡിവൈസ് ദാറ്റ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി ബൈ കെമിക്കൽ റിയാക്ഷൻ ഇസ് നോൺ ആസ് ഫ്യൂൽ സെൽസ്. And fuel cells have two electrodes, one positive anode and other negative cathode. And in between this anode and cathode, we have an electrolyte. So this electrolyte carries the charged particle from one electrode to another. And next, whatever be the type of fuel cells, ഇതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ സെയിം ആണ്. അതിപ്പം ഒരു ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽസ് ആവാം, ആൽക്കലൈൻ ഫ്യൂൽ സെൽസ് ആവാം, ഏത് ഫ്യൂൽ സെൽസ് ആയിക്കോട്ടെ അതിന്റെ ബേസിക് ഓപ്പറേഷൻ വർക്കിംഗ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്. അത് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറയാം ഈ ഒരു മിനിറ്റ് സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ആനോഡ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു കാഥോഡ് ഉണ്ട്. സോ ഇൻ ബിറ്റ്വീൻ ദിസ് ആനോഡ് ആൻഡ് ദിസ് കാഥോഡ് വി ഹാവ് എൻ ഇലക്ട്രോലൈറ്റ് മെംബ്രെയിൻ. ഇല്ലേ, ഈ ഫിഗറിൽ കണ്ട പോലെ തന്നെ ഒരു ആനോഡ് ഉണ്ട്, ഒരു ഫ്യൂൽ സെല്ലിന്റെ കൺസ്ട്രക്ഷനാണ് പറയുന്നത്. ഒരു ആനോഡ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു കാഥോഡ് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ദിസ് ആനോഡ് ആൻഡ് കാഥോഡ് വി ഹാവ് എൻ ഇലക്ട്രോലൈറ്റ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് മെംബ്രെയിൻ എന്ന് പറയാം. സോ നമ്മൾ ഈ ആനോഡിലേക്ക് H2 അതേപോലെ തന്നെ കാഥോഡിലേക്ക് O2 നമ്മൾ കൊടുക്കുകയാണ്. ആനോഡിലേക്ക് H2, കാഥോഡിലേക്ക് O2 നമ്മൾ കൊടുക്കുകയാണ്. സോ ഈ പറഞ്ഞ ഈ ഒരു ആനോഡിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറ്റാലിസ്റ്റ് ഇത് എന്ത് ചെയ്യും, ഈ H2ന് അതിന്റെ പ്രോട്ടോൺസും ഇലക്ട്രോൺസുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ പറഞ്ഞ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസിന് ഈ ഇലക്ട്രോലൈറ്റ് മെംബ്രെയിൻ ഈസി ആയിട്ട് പാസ് ത്രൂ ചെയ്തിട്ട് ഈ കാഥോഡിലേക്ക് പോവാം. പക്ഷേ ഈ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, നെഗറ്റീവ് ചാർജ്ഡ് അയോൺസിന് ഈ ഇലക്ട്രോലൈറ്റ് മെംബ്രെയിൻ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദേ ടേക്ക് എ സെപ്പറേറ്റ് സർക്യൂട്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പോസിറ്റീവ് പ്രോട്ടോൺസ് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോലൈറ്റ് മെംബ്രെയിൻ ഈസിയായി പാസ് ചെയ്ത് കാഥോഡിലേക്ക് എത്തി. പക്ഷെ ഈ പറഞ്ഞ ഇലക്ട്രോൺസ്, ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിന്, അയോൺസിന് ഈ പറഞ്ഞ മെംബ്രെയിൻ ക്രോസ് ചെയ്യാൻ പറ്റില്ല. സോ ദേ ടേക്ക് എ സെപ്പറേറ്റ് സർക്യൂട്ട്. ദാറ്റ് ഇസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് ആ സർക്യൂട്ടിൽ. സോ ബേസിക്കലി അവിടെ എന്തുണ്ട്, ഒരു ഇലക്ട്രിക്കൽ എനർജി ക്രിയേറ്റ് ആയി. ആൻഡ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ പറഞ്ഞ നെഗറ്റീവ് ചാർജ്ഡ് അയോൺസിന് ഈ പറഞ്ഞ കാത്തോഡിൽ എത്താൻ വേണ്ടി ഒരു സെപ്പറേറ്റ് സർക്യൂട്ട് പാത്ത് എടുത്തു ആൻഡ് ദേ റീച്ച് ടു കാത്തോഡ്. സോ ഇവിടെ എന്താ ബേസിക്കലി ഫോം ചെയ്യുന്നത് വെച്ചാൽ ഈ H2 ദേ കമ്പൈൻ ദിസ് O2 ദിസ് ഫോം വാട്ടർ. അതായത് ബേസിക്കലി ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. സോ ജസ്റ്റ് ഇതാണ് ഇതിന്റെ ശരിക്കും പറഞ്ഞുള്ള വർക്കിംഗ്. ഒരു ആനോഡ് ഉണ്ടാവും, കാത്തോഡ് ഉണ്ടാവും. ഇപ്പം ഹൈഡ്രജൻ ഫ്യൂൽ സെൽസ് എടുക്കുന്നുണ്ടെങ്കിൽ ഹിയർ ഹൈഡ്രജൻ ഗ്യാസ് ഇസ് ഡിഫ്യൂസ്ഡ്. സോ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഡിഫ്യൂസ് ചെയ്യുന്നത് ത്രൂ ദ പോറസ് കാർബൺ ഇലക്ട്രോഡ്. ഈ ഒരു ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഈ ആനോഡ് എന്ന് പറഞ്ഞ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കാർബൺ ഇലക്ട്രോഡ് ആണെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ ഡിഫ്യൂസ് ചെയ്യും ഈ പറഞ്ഞ കാർബൺ ഇലക്ട്രോഡിലേക്ക്. And as hydrogen diffuses through the anode, hydrogen is absorbed on the electrode surface. Electrode surface in the male absorb in the form of hydrogen atoms. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കാഥോഡിൽ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിൽ അയൺ ആണ്. ഹൈഡ്രോക്സിൽ അയൺ ദിസ് ഫോം മൈഗ്രേറ്റ് ത്രൂ ദ ഇലക്ട്രോഡ് ഫ്രം ദ കാഥോഡ് ടു ദ ആനോഡ് ആൻഡ് ദസ് ഇലക്ട്രോലൈറ്റ് റിമെയിൻ ഇൻവേരിയന്റ് എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇത്രയാണ് ഇതിന്റെ ഈ ഒരു സംഭവം. അതായത് ഒരു ടോട്ടലി പറയുകയാണെങ്കിൽ 2 electrodes are separated by electrolyte such as ഈ electrolyte എന്ന് പറയുന്നത് പൊട്ടാഷ്യം ആവാം, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആവാം, ദാറ്റ് ഇസ് KOH ആവാം, എനി ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് ആവാം, ഇലക്ട്രോലൈറ്റ് ആവാം. പക്ഷെ അത് ഡിപ്പെൻസ്, അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ഫ്യൂൾ സെൽസും വേരി ചെയ്യും. സോ ഇവിടെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു അതായത് ഹൈഡ്രജൻ ഓക്സിജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൾ സെൽസ് എടുക്കുന്നത്. സോ ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൾ സെൽസിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തിരിക്കുന്ന electrolyte എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. സോ ഇലക്ട്രോൺ ദസ് പ്രൊഡ്യൂസ് ദ ആനോഡ്, ആനോഡിൽ പ്രൊഡ്യൂസ് ചെയ്ത ആനോഡിൽ പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രോഡ്സ്, അതായത് നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഫ്ലോസ് ത്രൂ എൻ എക്സ്റ്റേണൽ സർക്യൂട്ട്. ഇത് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഇൻക്ലൂഡിംഗ് ഫ്ലോ ചെയ്തിട്ടാണ് കാഥോഡിൽ എത്തുന്നത്. സോ ഇത്രയാണ് ഇതിന്റെ വർക്കിംഗ്. So the catalyst ഉണ്ട്. So this catalyst what it do is it speeds the reaction at the electrode. ഇലക്ട്രോഡിലുള്ള റിയാക്ഷൻസ് കുറച്ചും കൂടി സ്പീഡ് അപ്പ് ചെയ്യാൻ വേണ്ടി we have a catalyst. So hydrogen is the basic fuel. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫ്യൂൽ സെൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഹൈഡ്രജൻ ആണ്. ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽസിൽ ഹൈഡ്രജൻ is the basic fuel, the fuel that but the fuel cells also require oxygen also. So hydrogen is the basic fuel cells, but ഓക്സിജന്റെ ആവശ്യവും കൂടി ഈ ഫ്യൂൽ സെൽസിനുണ്ട്. ആൻഡ് ഫ്യൂൽ സെൽസ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി വിത്ത് വെരി ലിറ്റിൽ പൊല്യൂഷൻ. കാരണം ഇവിടെ പൊല്യൂഷൻ ഇല്ല എന്ന് പറയുന്നത് കാരണം ഇവിടെ ബൈ പ്രൊഡക്റ്റ്, അതായത് നമുക്ക് ഈ ഫിഗർ തന്നെ കാണാം, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് ഹീറ്റ് പ്ലസ് വാട്ടർ ആണ്, അല്ലെങ്കിൽ വാട്ടർ ആണ്. സോ ഇറ്റ്സ് പൊല്യൂഷൻ ഫ്രീ ആണ് വാട്ടർ എന്ന് പറയുന്നത്. ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് വാട്ടർ മാത്രമാണ്. സോ ഇറ്റ്സ് പൊല്യൂഷൻ ഫ്രീ എന്ന് പറയാം. സോ ഫ്യൂൽ സെൽസ് എന്ന് പറയുന്നത് ഡിവൈസ് ദ ജനറേറ്റ് ഇലക്ട്രിസിറ്റി ബൈ കെമിക്കൽ റിയാക്ഷൻ ആണ്. പിന്നെ ഈ എവറി ഫ്യൂൽ സെൽസിന് 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും, വൺ പോസിറ്റീവ് വിച്ച് ഇസ് ആനോഡ് ആൻഡ് വൺ നെഗറ്റീവ് വിച്ച് ഇസ് കാഥോഡ്. പിന്നെ ഒരു ഇലക്ട്രോലൈറ്റ് മെറ്റീരിയൽ ഉണ്ടാവും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇലക്ട്രോലൈറ്റ് മെറ്റീരിയൽ ഫ്യൂൽ സെൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ മെനി ടൈപ്സ്. ലൈക്ക് ആൽക്കലൈൻ ഫ്യൂൽ സെൽസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഫോസ്ഫോറിക് ആസിഡ് ഫ്യൂൽ സെൽസ് ഉണ്ട്, സോളിഡ് ഓക്സൈഡ് ഫ്യൂൽ സെൽസ് ഉണ്ട്. ഇപ്പോൾ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ഹാവ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽസ് ഉണ്ട്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇലക്ട്രോലൈറ്റ് വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്യൂൽ സെൽസ് എന്ന് പറയാം. നെക്സ്റ്റ് കറ്റാലിസ്റ്റ് യൂസ്ഡ്. ഈ കറ്റാലിസ്റ്റ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് സ്പീഡ് ദ റിയാക്ഷൻ ആണ്. ഇലക്ട്രോണിലുള്ള റിയാക്ഷൻസ് കുറച്ചുകൂടി സ്പീഡ് അപ്പ് ചെയ്യാനാണ് വി യൂസ് കറ്റാലിസ്റ്റ്. ആൻഡ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽസിൽ ഹൈഡ്രജൻ ആണ് ബേസിക് ഫ്യൂൽ, ബട്ട് വി ഓൾസോ നീഡ് ഓക്സിജൻ ഓൾസോ. ബട്ട് ഈ ഫ്യൂൽ സെൽസിന് ഓക്സിജന്റെ ആവശ്യം കൂടി ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് ഫ്യൂൽ സെൽസ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ഈ ഫ്യൂൽ സെൽസ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും വിത്ത് വെരി ലിറ്റിൽ പൊല്യൂഷൻ എന്നുള്ളതാണ്. കാരണം ഇവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് ഓൺലി വാട്ടർ ആണ്. സോ ഓവറോൾ റിയാക്ഷൻ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് വാട്ടർ. സോ ഓവറോൾ റിയാക്ഷൻ നമുക്കറിയാം ഹൈഡ്രജൻ ഫ്രം ഫ്യൂൽസ് പിന്നെ ഓക്സിജൻ ഫ്രം എയർ രണ്ടും കൂടി മിക്സപ്പ് ചെയ്തിട്ടാണ് ഈ ഓവറോൾ റിയാക്ഷൻസ് ഒന്നും നടക്കുന്നത്. സോ ബേസിക്കലി ഒരു സിംഗിൾ ഫ്യൂൽ സെൽസ് പ്രൊഡ്യൂസ് ഓൺലി അറൌണ്ട് 0.6 to 0.8 volt under load ആണ്. The desired amount of voltage can be obtained by combining the fuel cells in series. So ഒരു സിംഗിൾ നമ്മൾ സാധാരണ ബാറ്ററിയും സെല്ലും പോലെ തന്നെയുള്ള അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. കാരണം ഒരു സിംഗിൾ ഫ്യൂൽ സെൽസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് 0.6 മുതൽ 0.8 വോൾട്ട് ആണ്. അണ്ടർ ലോഡ് കണ്ടീഷൻ ആണെങ്കിൽ 0.6 മുതൽ 0.8 വരെയാണ്. സോ നമുക്കൊരു ഡിസൈഡ് വോൾട്ടേജ് ലെവൽ അച്ചീവ് ചെയ്യണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്
ബൈ കമ്പൈനിങ് ഫ്യൂവൽ സെൽസ്. ഒരു സീരീസ് ഒരു ഇൻ ദ ഫോം ഓഫ് ഫ്യൂവൽ സെൽ സ്റ്റാക്സ് പോലെ അറേഞ്ച് ചെയ്ത് ഒരു സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിസൈഡ് വോൾട്ടേജ് ലെവൽ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. സോ ഒരു പവർ ഔട്ട്പുട്ട് ഫ്രം എ ഫ്യൂവൽ സെൽ സ്റ്റാൻഡ് ക്യാൻ ബി റേഞ്ച് അപ് ടു 1 കിലോ വാട്ട് ടു 1 മെഗാവാട്ട് വരെ ഒരു ഫ്യൂവൽ സെൽ സ്റ്റാക്ക് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. ഇതിന്റെ ഒരു അപ്പം ദസ് ഓവറോൾ സെൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കോമ്പിനേഷൻ ആണ് ടു പ്രൊഡ്യൂസ് വാട്ടർ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ റേഞ്ച് ഒരു സിംഗിൾ ഫ്യൂൾ സെൽ എടുക്കുവാണെങ്കിൽ ഒരു സിംഗിൾ ഫ്യൂൾ സെൽ എടുക്കുവാണെങ്കിൽ 0.6 to 0.8 വോൾട്ടിന്റെ അറൌണ്ട് ആണ് ലോഡ് കണ്ടീഷനിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമുക്കൊരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു വോൾട്ടേജിൽ വേണമെങ്കിൽ ഒരു നമ്മൾ ഈ ഫ്യൂൾ സെൽസിന്റെ ഒരു ബാറ്ററി പോലെ അറേഞ്ച് ചെയ്യണം. ബാറ്ററി സെല്ലും ബാറ്ററിയും പോലെ തന്നെയാണ് ഫ്യൂൾ സെൽസും ഈ ഫ്യൂൾ സെൽ സ്റ്റാക്സ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഫ്യൂൾ സെല്ലിന്റെ ഒരു അഡ്വാൻറ്റേജ്? Any advantage? അറിയോ? പൊല്യൂഷൻ ഇല്ല, കറക്റ്റ് ആണ്. എക്കോ ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ് ഒരു മെയിൻ അഡ്വാൻറ്റേജ് വരുന്നത്. പിന്നെ ഇതിന്റെ കൺവേർഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. 70 to 80% ആണ് ഇതിന്റെ കൺവേർഷൻ എഫിഷ്യൻസി. പിന്നെ സസ്റ്റൈനബിൾ ആണ്, കാരണം ആസ് വാട്ടർ ഇസ് വൺ ഓഫ് ദ ബൈ പ്രൊഡക്റ്റ്. വാട്ടർ മാത്രമാണ് വൺ ഓഫ് ദ ബൈ പ്രൊഡക്റ്റ്. സോ ഇത് സസ്റ്റൈനബിൾ ആണ്. പ്രണവ് പറഞ്ഞ പോലെ തന്നെ എന്താ എക്കോ ഫ്രണ്ട്ലി ആണ്, പൊല്യൂഷൻ ഇല്ല, ആൻഡ് നമ്പർ ഓഫ് ഫ്യൂൽ സെൽസ് ക്യാൻ ബി സ്റ്റാക്ഡ് ആണ് ടു ജനറേറ്റ് എ റിക്വയർഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ നമുക്കിതിന് നമ്പർ ഓഫ് ഫ്യൂൽ സെൽസ് ഒപ്പം അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് സ്റ്റാക്ക് ഒരു ബാറ്ററി പോലെ നമുക്കിതിനെ യൂസ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് അഡ്വാൻറ്റേജ്. ഇതിന്റെ ഒരു ലിമിറ്റേഷൻ പറഞ്ഞേ ആയിരിക്കും അറിയോ ഇതിന്റെ ഒരു ലിമിറ്റേഷൻ? ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇതിന്റെ ഇനീഷ്യൽ കോസ്റ്റ്, ഈ ഫാബ്രിക്കേഷൻ ഒരു ഫ്യൂൽ സെൽസിന്റെ സ്റ്റാക്കിന്റെ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ്, കുറച്ച് ഒരു ലിറ്റിൽ ബിറ്റ് ഹൈ ആണ്. അതൊരു ലിമിറ്റേഷൻ ആണ്. പിന്നെ ഹൈ കോസ്റ്റ് ഫോർ ഇലക്ട്രിസിറ്റി ജനറേറ്റർ. സോ ഈ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തതിന് ഇവഞ്ച്വലി ഇതിന്റെ ഇനീഷ്യൽ കോസ്റ്റ് ഹൈ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തതിനും ഹൈ കോസ്റ്റ് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഈ ഗ്യാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഫ്യൂൽ സെൽസിനകത്ത് ഫ്യൂലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്യാസ് ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ദേ ഹാവ് ടു ബി സ്റ്റോർഡ് ഇൻ ബിഗ് ടാങ്ക്സ് അണ്ടർ ഹൈ പ്രഷർ. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്യൂൽസ് നമുക്ക് ഈ ഫ്യൂൽ സെൽസിൽ യൂസ് ചെയ്യാം. സോ ഇപ്പൊ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗ്യാസ് ഒരു ഹൈ പ്രഷറിൽ ഒരു ബിഗ് ടാങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി വരും. സോ ഇതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ്, ഐ മീൻ ഇതിന്റെ ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും പറഞ്ഞ പോലെ. ഇനി ഫ്യൂൽ സെൽസിന്റെ ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ പവർ സോഴ്സ് ഇൻ റിമോട്ട് ഏരിയയിൽ ഇതിന് ഒരു പവർ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഓട്ടോമൊബൈൽസിൽ ഫ്യൂൽ സെൽസ് യൂസ് ചെയ്യാം. മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അതാണ്, ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യാം. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ബോത്ത് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ. ഇലക്ട്രിക് വെഹിക്കിളിൽ യൂസ് ചെയ്യാം ആൻഡ് ബോത്ത് ഹൈബ്രിഡ്, അതായത് ഇലക്ട്രിക്കലും ആസ് വെൽ ആസ് ഈ ഫ്യൂവലിൽ ഓടുന്ന സാധാരണ ഈ പറഞ്ഞ പെട്രോൾ ഡീസൽ അങ്ങനെ ഹൈബ്രിഡ് ആയിട്ട് വരുന്ന വെഹിക്കിൾസിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഓട്ടോമൊബൈലിൽ തന്നെ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം, ഹൈബ്രിഡിലും യൂസ് ചെയ്യാം, ഇലക്ട്രിക്കലിലും യൂസ് ചെയ്യാം. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് is to provide off-grid power supplies. Off-grid power supplies നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഒരു ഫ്യൂൽ സെല്ലിന്റെ വർക്കിങ്ങും അതിന്റെ അഡ്വാൻറ്റേജും അതിന്റെ ഡിസഡ്വാൻറ്റേജും അതിന്റെ ആപ്ലിക്കേഷൻസും. നെക്സ്റ്റ് ഫോം ഓഫ് എനർജിയാണ് വിൻഡ് എനർജി. വിൻഡ് എനർജി. സോ വിൻഡ് എനർജി എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ മനസ്സിൽ വരുന്ന ടർബൈൻ ആണ് അല്ലേ? നമുക്ക് ഈ ഫിഗറിൽ തന്നെ കാണാം മെനി ടർബൈൻസ് ഉണ്ട്. So windmills are erected at high altitude and its blade are attached to the turbine. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വിൻഡ് എനർജി എങ്ങനെയാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്, ഇതിന്റെ ഒറിജിൻ എന്താണെന്നായിരിക്കും അറിയാം? അതായത് വിൻഡ് എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് വിൻഡ് എനർജി ഇസ് ഫ്രം സൺ എന്നാണ്. സൂര്യനിൽ നിന്നാണ് ഈ വിൻഡ് എനർജിന്റെ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതായത് ആസ് സൺ റേസ് അല്ലെങ്കിൽ ആസ് ദ റേസ് ഫ്രം ദ സൺ ഫോൾസ് ഓൺ അവർ പ്ലാനറ്റ് ഇറ്റ്സ് സർഫസ് ഗെറ്റ് ഹീറ്റഡ് അൺഈവൻലി. നമ്മൾ ഈ സൂര്യന്റെ റേസ് നമ്മുടെ പ്ലാനറ്റിന്റെ മേലെ വന്ന് വീഴുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് അൺഈവൻലി ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആകുന്നത്. സർഫസ് ഗെറ്റ് ഹീറ്റഡ് അൺഈവൻലി, അതായത് അതിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് സർഫസ് നമ്മൾ ചൂടാവുന്നത് അൺഈവൻലി ആണ്. ബിക്കോസ് ഓഫ് ദാറ്റ് വിൻഡ് ആർ ഫോം. കാരണം വിൻഡ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ബ്ലോ ഫ്രം ലോ, അതായത് ഫ്രം എ റീജിയൻ ഓഫ് ഹൈ പ്രഷർ ടു ലോ പ്രഷർ ഏരിയയിലേക്കാണ് വിൻഡ് ബ്ലോ ചെയ്യുക. ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയക്ക്. സോ നമ്മൾ ഈ ഭൂമിയിൽ തന്നെ
ഈ അൺഈവൻലി സൂര്യന്റെ പ്രകാശം, സൂര്യന്റെ റേസ് കാരണം അൺഈവൻലി പ്ലാനറ്റ് ഹീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഹൈ പ്രഷർ ഏരിയയും ലോ പ്രഷർ ഏരിയയും ക്രിയേറ്റ് ആവുന്നുണ്ട്. സോ വിൻഡ് ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. സോ നമ്മൾ ബേസിക്കലി നമ്മൾ വിൻഡ് എനർജി അല്ലെങ്കിൽ വിൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആസ് എ എനർജി സോഴ്സ് ഫോർ ലോങ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ വിൻഡ് is used as a power to pump water for irrigating crops. അതായത് 40,000 ഇയേഴ്സ് അല്ലെങ്കിൽ 4,000 ഇയേഴ്സ് എഗോ ഈ ചൈനയിലും അതേപോലെ തന്നെ മെനി കൺട്രീസിൽ വിൻഡ് പവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇറിഗേറ്റ് ചെയ്യുന്നത്. ഇറിഗേഷൻ അതായത് ക്രോപ്പ് ഇറിഗേഷന് വേണ്ടി ഒരു 4,000 ഇയേഴ്സ് എഗോ ചൈനയിലൊക്കെയാണ് ഈ പറഞ്ഞ വിൻഡ് പവർ യൂസ് ചെയ്തിട്ട് വിൻഡ് പവർ യൂസ് ചെയ്തിട്ട് ഇറിഗേഷൻ പെർപ്പസിന് വേണ്ടി വിൻഡ് പവർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെയിലിംഗ് ബോട്ട്സ് അതേപോലെ ഇറിഗേഷൻ പെർപ്പസിനൊക്കെയാണ് വിൻഡ് പവർ ഒരു 4,000 ഇയേഴ്സ് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. നൗ ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഇലക്ട്രിസിറ്റി, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ കൈനറ്റിക് എനർജിയും തന്നെ നമ്മൾ ഈ പറഞ്ഞ വിൻഡിന്റെ അതുള്ള കൈനറ്റിക് എനർജി നമ്മൾ എന്തിനാ യൂസ് ചെയ്യും? ടു റൺ ദ ടർബൈൻ. വിൻഡ് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി വി യൂസ് കൈനറ്റിക് എനർജി ഇൻ ദ വിൻഡ്. ബട്ട് ദ ഔട്ട്പുട്ട് പവർ ഡിപ്പെൻഡ് അപ്പോൺ ദ വിൻഡ് സ്പീഡ്. ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ഔട്ട്പുട്ട് പവറിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് വിൻഡിന്റെ സ്പീഡിനെയാണ്. നമ്മൾ ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വിൻഡിന്റെ മേലുള്ള കൈനറ്റിക് എനർജി വെച്ചിട്ടാണ് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. ടർബൈനിൽ വരുന്ന ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് വിൻഡിന്റെ സ്പീഡിനെ വെച്ചിട്ടാണ്. സോ windmill farms have been erected in areas where speed are high enough to produce valuable amount of energy. സോ നമ്മൾ യൂഷ്വലി ഈ പറഞ്ഞ പോലെ വിൻഡ്മിൽ ഫാംസ് ഒക്കെ നമ്മൾ കാണുന്നത് ഇവിടെ എവിടെയാണോ കാറ്റ് കുറച്ച് കൂടുതലുള്ളത് അല്ലെങ്കിൽ കാറ്റിന്റെ സ്പീഡ് കുറച്ച് കൂടുതലുള്ളത്. വെറും വിൻഡ് മാത്രം പോരാ, വിൻഡ് നല്ല സ്പീഡുള്ള വിൻഡ് ഉണ്ടാകുന്ന സ്ഥലത്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വിൻഡ്മിൽ ഫാംസ് എല്ലാം കാണും. സോ ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ ഇനി ഒരു ഫ്യൂ ലാൻഡ് ഏരിയാസ് ലൈക്ക് തമിഴ്നാടു, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, കർണാടക ഹാവ് സിഗ്നിഫിക്കൻറ്റ് പ്രിവെയിലിംഗ് വിൻഡ്സ് ഉണ്ട്. സിഗ്നിഫിക്കൻറ്റ് വിൻഡ്സ്, മെജോറിറ്റി ഓഫ് സ്പീഡ് ആയിട്ടുള്ള വിൻഡ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റുന്നത് ഇതേപോലെ തന്നെ ഈ പറഞ്ഞ തമിഴ്നാട്ടിലും അതേപോലെ തന്നെ മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ ആൻഡ് കർണാടകയാണ്. ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ but still wind power is one of the most cost competitive renewable energy today, as this has been most rapidly growing means of electricity generated at the turn of 21st century. So 21st century ഇത് കോസ്റ്റ് കോമ്പറ്റേറ്റീവ് ടൈപ്പ് ഓഫ് റിന്യൂവബിൾ എനർജി ആയി മാറിക്കഴിയും. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മോസ്റ്റ് റാപ്പിഡ്ലി ഗ്രോയിങ് മീൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം വിൻഡും കൂടിയാണ്. നമ്മൾ ഹൈഡ്രോ പോലെ തന്നെയാണ് വിൻഡ് എനർജി. സോ പിന്നെ ഇതിന്റെ വർക്കിംഗ് പറയുകയാണെങ്കിൽ വിൻഡ് മിൽസ് നമ്മൾ ഇറക്ട് ചെയ്യുന്നത് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്നാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ്സിലാണ് വിൻഡ് മിൽസ് നമ്മൾ ഇറക്ട് ചെയ്തത്. അതായത് ടർബൈൻസ് ബേസിക്കലി കുറച്ച് മേലെ ആയിരിക്കും അല്ലേ. ആൻഡ് ഇറ്റ്സ് ബ്ലേഡ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ ടർബൈൻസ്. ആസ് ദ ബ്ലേഡ് റൊട്ടേറ്റ്, the kinetic energy of the wind can be used to run the turbine, and which runs the generator and it generates electricity. And turbine require a wind speed of 20 km/h ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. ആൻഡ് ബെസ്റ്റ് പ്ലേസ് ഫോർ വിൻഡ് ഫാം ഇസ് ഇൻ കോസ്റ്റൽ ഏരിയ. കോസ്റ്റൽ ഏരിയയിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കാറ്റ് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത. അറ്റ് ദ ടോപ്പ് ഓഫ് റൗണ്ട് ഹിൽസ്, ഓപ്പൺ പ്ലെയിൻസ് ആൻഡ് ഗ്യാപ്സ് ഇൻ മൗണ്ടൻസ് ആൻഡ് പ്ലേസസ് വേർ വിൻഡ് ഈസ് സ്ട്രോങ് ആൻഡ് റിലയബിൾ. ലൈക്ക് ഇപ്പൊ ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ കർണാടക, ഗുജറാത്ത് ഇവിടെയൊക്കെയാണ് വിൻഡ് കുറച്ചും കൂടി സ്ട്രോങ്ങും അതേപോലെ തന്നെ റിലയബിൾ ആയിട്ടുള്ള ഉണ്ടാവുന്നതും. സോ ഇതിന്റെ ഒരു വർക്കിംഗ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം ടർബൈൻ. ഈ ടർബൈനിൽ ഈ പറഞ്ഞ പോലെ ഇറ്റ് ഹാവ് ബ്ലേഡ്സ്. ആൻഡ് ഈ ടർബൈൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ജനറേറ്റർ ഉണ്ട് വിച്ച് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. സോ വേൾഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വിൻഡ് എനർജി കാരണം ദർ ഇസ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ നോക്കുവാണെങ്കിൽ എങ്ങനെയാ? ഇവിടെ എമിഷൻ ഉണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ 0 എമിഷനാണ്.
കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ നോക്കുകയാണെങ്കിൽ 0 എമിഷൻ ആണ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡ് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കോസ്റ്റ് എഫക്റ്റീവ് നമ്മൾ കോസ്റ്റ് കോമ്പറ്റേറ്റീവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ കൺവെൻഷണൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ സോഴ്സിനെക്കാട്ടി കുറച്ചും കൂടി കോസ്റ്റ് കൂടുതലാണ് ഈ ടൈപ്പ് ഓഫ് വിൻഡ് എനർജിക്ക്. കൺവെൻഷണൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ സോഴ്സിനെക്കാട്ടി കോസ്റ്റ് കൂടുതലാണ് ഈ വിൻഡ് ടൈപ്പ് ഓഫ് എനർജിക്ക്. സോ ബേസിക്കലി ഇതിനകത്തുള്ളത് ടർബൈൻ ആണ്. സോ ടർബൈനിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. ഒരു ബ്ലേഡും ഉണ്ടാവും, അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ജനറേറ്റർ ഉണ്ടാവും. കൈനറ്റിക് എനർജി ഓഫ് ദ വിൻഡ് എന്ത് ചെയ്യും, ഈ ബ്ലേഡിനെ റൊട്ടേറ്റ് ചെയ്യും. സോ ഈ ബ്ലേഡിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ടർബൈനിന്റെ സ്പീഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ഒരു 20 കിലോമീറ്റർ പെർ അവർ ഉള്ള സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ടർബൈനിന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ മുന്നേ ഡിസ്കസ് ചെയ്ത പോയിന്റ്. Windmills are erected at high altitude and its blades are attached to the turbine. As the blade rotates, the kinetic energy of the wind can be used to run the turbine and which runs the generator. So turbine ഒരു generator ഉണ്ടാവും, blades ഉണ്ടാവും. So ഈ basically ഇതാണ് ഈ whole structure ആണ് turbine എന്ന് പറയുന്നത്, which runs the generator and it generates electricity. So the turbine generally require a wind speed of 20 km per hour to generate electricity. ഇനി നെക്സ്റ്റ് ഈ പറഞ്ഞ ഈ ഇതിന്റെ ഈ വിൻഡ് എനർജിയുടെ അഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ, വിൻഡ് എനർജി എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. ആൻഡ് ആസ് വിൻഡ് ഫ്രീ ആയതുകൊണ്ട് തന്നെ വിൻഡ് ഫ്രീ ആണെന്നുള്ളതാണ് പറയേണ്ട അഡ്വാൻറ്റേജ്. ആൻഡ് വിൻഡ് ഫാംസ് നീഡ് നോ ഫ്യൂവൽ. ഇതിൽ വേറെ ഫ്യൂവലിന്റെ ആവശ്യമൊന്നുമില്ല ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ. ഇതിലത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നോ വേസ്റ്റ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് സ്ലൈഡിൽ തന്നെ. CO2 എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0% ആണ് CO2 എമിഷൻ. അത് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ 0 ആണ്. അതുപോലെ വിൻഡ് ഫ്രീ ആണ്. അതിൻ്റെ അകത്ത് മെയിൻ നമ്മൾ ഈ ഒരു വിൻഡ് എനർജിക്ക് വേണ്ടുന്ന മെയിൻ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ വിൻഡാണ്. ആ വിൻഡ് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല, ദാറ്റ് ഇസ് ഫ്രീ. പക്ഷെ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഫ്രീ അല്ല. അതായത് വിൻഡ് എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് ഫ്രീ അല്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണെങ്കിൽ ഇതിന്റെ ഇൻപുട്ട്, ഇതിന്റെ മെയിൻ സോഴ്സ്, ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വിൻഡ് എനർജി എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. ആൻഡ് വിൻഡ് ഫാമിന് ഇവിടെ ഫ്യൂൾസിന്റെ ആവശ്യമൊന്നും ഇല്ലാണ്ടാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ ദ ലാൻഡ് ബിനീത്ത് ദ വിൻഡ് മിൽസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫാമിംഗ്. അതൊരു മെയിൻ പോയിന്റ് ആണ്. സോളാർ എനർജിന്റെ കേസിൽ അങ്ങനെ ആയിരുന്നില്ല. മീൻസ് ആ ഏരിയ നമുക്ക് വേണമെന്നുള്ളൊരു ആവശ്യമാണ്. പക്ഷെ ഈ വിൻഡ് എനർജി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടർബൈനൊക്കെ അല്ലെങ്കിൽ വിൻഡ് മിൽസ് ഒക്കെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ താഴെ ആ ലാൻഡിൽ തന്നെ നമുക്ക് ഫാമിംഗ് ചെയ്യാം. അങ്ങനത്തെ മെനിക്കെട്ട കൈൻഡ് ഓഫ് ഇറിഗേഷൻ അല്ലെങ്കിൽ ക്രോപ്പ് കൾട്ടിവേഷൻ, അങ്ങനത്തെ പല സംഭവങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ് ഈസ് എ ഗുഡ് മെത്തേഡ് ഓഫ് സപ്ലൈങ് എനർജി ടു റിമോട്ട് ഏരിയ. സോ റിമോട്ട് ഏരിയസിലൊക്കെ ഇതൊരു നല്ലൊരു മെത്തേഡാണ് ഫോർ സപ്ലൈങ് എനർജി. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഹൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ് ആണ്. ഈ വിൻഡ്മിൽ സെറ്റപ്പ് ചെയ്തെടുക്കാനുള്ളത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ആൻഡ് വിൻഡ് ഈസ് നോട്ട് പ്രെഡിക്റ്റബിൾ. വിൻഡ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. സോ ഹെൻസ് ഡു നോട്ട് പ്രൊഡ്യൂസ് സെയിം എമൗണ്ട് ഓഫ് പവർ അറ്റ് ഓൾ ടൈം. വിൻഡ്മിൽസിന് നമുക്ക് കംപ്ലീറ്റ്ലി റിലയബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം വിൻഡ് നമുക്ക് അൺപ്രെഡിക്റ്റബിൾ ആണ്. സോ ഫുൾ ടൈം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഈ വിൻഡ്മിൽസ് കാരണം വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ കിൽ ബേർഡ്സ് എന്നാണ്. അതായത് പക്ഷികൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ കിൽ ബേർഡ്സ് വിച്ച് ഇസ് മൈഗ്രേറ്റിംഗ് ഫ്രം ടെൻ ടു ഫോക്ക് ലൈക്ക് സ്ട്രോക്ക് വിൻഡ്. ആൻഡ് ഈ സ്ട്രോങ് വിൻഡ് കാരണം ഈ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ബേർഡ്സിനെയും ഇതിന് നശിപ്പിക്കാൻ പറ്റും, ഈ വിൻഡ് മിൽസിന്. ആൻഡ് noise produced by the rotor blade is a concern for local people residing near the wind turbine. So ഈ windmills rotate ചെയ്യുന്ന നോയ്സും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ലോക്കൽ പീപ്പിൾ ഹു ഈസ് നിയർ ബൈ ദാറ്റ് വിൻഡ്മിൽസ്, അങ്ങനത്തെ ആ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ റോട്ടർ വീൽസ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള സൗണ്ടും നോയ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റോട്ടർ ബ്ലേഡ്സ് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി ഇന്ത്യയിലെ ഒരു സിനാരിയോ ഓഫ് വിൻഡ് പവർ നോക്കുകയാണെങ്കിൽ പവർ ഫ്രം ദ വിൻഡ് ഹാസ് എമേർജ്ഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ പ്രോഗ്രാം ഇൻ റിന്യൂവബിൾ എനർജി സെക്ടർ. ആൻഡ് ദ ലീഡേഴ്സ് ഇൻ വിൻഡ് പവർ ജനറേഷൻ ഇന്ത്യ തമിഴ്നാടു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട്ടിലാണ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്തിലാണ് ഈ പറഞ്ഞ പോലെ വിൻഡ് മിൽ സെറ്റപ്പ് ഏറ്റവും കൂടുതലുള്ളത്, അല്ലെങ്കിൽ ലീഡേഴ്സ് എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഇന്ത്യ ആണ് വേൾഡിൽ തന്നെ 4th ലാർജസ്റ്റ് വിൻഡ് പവർ ജനറേറ്റർ.
വിൻഡ് പവർ ജനറേറ്റ് ചെയ്യുന്നതിൽ ഇന്ത്യക്ക് വേൾഡിൽ തന്നെ 4ാമത്തെ സ്ഥാനമാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ജർമ്മനി, സെക്കൻഡ് USA ആണ്, തേർഡ് ഡെൻമാർക്ക് ആൻഡ് ഫോർത്ത് കംസ് ഇന്ത്യ. ഇനി ഇതിന്റെ ഹൈഡ്രോ ഇത്രയാണ് വിൻഡ് എനർജീനെ പറ്റി പറയണം. സോ വിൻഡ് എനർജീനെ ബേസിക്കലി നമ്മൾ പറയേണ്ടതാണെങ്കിൽ ടർബൈനെ പറ്റി പറയാം. ഈ പറഞ്ഞ പോലെ വിൻഡിന്റെ കൈനറ്റിക് എനർജി കാരണം ബ്ലേഡ്സ് റൊട്ടേറ്റ് സമയത്ത് മാഗ്നറ്റിക് ജനറേറ്റർ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. സോ ഈ ബേസിക്കലി നമുക്ക് ഈ ടർബൈനിന് വേണ്ടുന്നുള്ള വിൻഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 20 km/h ആണ് വേണ്ടത്. പിന്നെ ഇതിന്റെ എവിടെയാണ് സെറ്റപ്പ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. rounded hills, open plains, gaps in mountains, and where wind is strong and reliable. അതായത് റിലയബിൾ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും കുറച്ചും കൂടി പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള വിൻഡ് ഉള്ള ഏരിയ. അതായത് ലൈക്ക് നമ്മളിപ്പം ഇന്ത്യയിൽ തന്നെ നോക്കുവാണെങ്കിൽ വി ഹാവ് ചോസൺ സം പ്ലേസസ് ലൈക്ക് തമിഴ്നാടു, ലൈക്ക് രാജസ്ഥാൻ, അങ്ങനെ കുറച്ച് പ്ലേസസ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ള രീതിയിലുള്ള സ്ഥലങ്ങൾ വേർ വിൻഡ് ഇസ് സ്ട്രോങ് ആൻഡ് റിലയബിൾ പ്ലേസസ് സെലക്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻസും പിന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ഒക്കെയാണ് നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണ്. സോ ഹൈഡ്രോ ഇലക്ട്രിക് പവർ നമുക്ക് ബേസിക്കലി നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനാണ്. ഇലക്ട്രിസിറ്റി നമ്മൾ മെയിൻലി ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് ഈ വേർഡ് തന്നെ നമുക്കുണ്ട്. ഹൈഡ്രോ ഇലക്ട്രിസിറ്റി റെഫേഴ്സ് ടു ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഫ്രം ഹൈഡ്രോ പവർ യൂസ് ചെയ്തിട്ട് ഹൈഡ്രോ പവർ യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. സോ നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിക് പവർ ത്രൂ ദ യൂസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബൈ ഫോളിംഗ് ഓഫ് വാട്ടർ ഓർ ഫ്ലോയിങ് വാട്ടർ. നമ്മൾ ഈ ബേസിക്കലി നമ്മൾ ഈ ഡാം കൺസ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളവിടെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഫോർ ഫോളിംഗ്. ഒരു ഹൈറ്റിൽ വെള്ളം ഞങ്ങളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും, എന്നിട്ട് അതിന്റെ ഫോളിംഗ് കൊണ്ട് ഈ പറഞ്ഞ പോലെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ടർബൈൻ ബേസ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സോ ഈ ഒരു ഇൻസൈഡ് ഹൈഡ്രോ പ്ലാന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിസർവോയർ ഉണ്ട്, ഒരു ഡാം സ്ട്രക്ചർ ഉണ്ട്. സോ ഈ ഡാം സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വാട്ടർ നമ്മളൊരു ബേസിക്കലി ഒരു പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ വെള്ളം കുറച്ച് വലിയ ഹൈറ്റിൽ നിന്ന് താഴോട്ടേക്ക് വീഴുന്ന സമയത്ത് ആ ഒരു ഫോഴ്സ് കാരണം ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ വാട്ടർ അബൌട്ട് ദ dam. As the water flow from higher elevation to lower energy through the penstock and it attain kinetic energy. അതായത് വെള്ളം ഒരു നല്ല ഹൈറ്റിൽ നിന്ന് താഴോട്ടേക്ക് വീഴുന്ന സമയത്ത് അതിന് ഓട്ടോമാറ്റിക്കലി കൈനറ്റിക് എനർജി വരുന്നുണ്ട്. സോ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, ഇറ്റ് അറൈവ്സ് അറ്റ് ദ ടർബൈൻ അറ്റ് ഹൈ പ്രഷർ ആൻഡ് ഇറ്റ് ടേൺസ് ഇറ്റ് ആൻഡ് ദസ് ഡ്രൈവ്സ് ദി ജനറേറ്റർ ആൻഡ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി. സിമ്പിൾ ആണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ. ഇനി ഇതിന്റെ വർക്കിംഗ് ഒന്ന് ജസ്റ്റ് ഒരു നോക്കുവാണെങ്കിൽ ഇതിന്റെ വർക്കിംഗ് നോക്കുവാണെങ്കിൽ ബേസിക്കലി ഒരു ടർബൈൻ ഉണ്ട്. ടർബൈൻ ഇസ് കണക്റ്റഡ് ടു എ ജനറേറ്റർ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊരു ഡാം എന്ന് വരുന്ന വെള്ളമാണ്. മൂവിങ് വാട്ടർ ഉണ്ടാവും. മൂവിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ വെരി ഹൈ പ്രഷർ അല്ലെങ്കിൽ ഹൈ പ്രഷറിൽ ഇടുന്ന വെള്ളം നല്ല ഹൈറ്റിൽ നിന്ന് താഴോട്ടേക്ക് വീഴുന്ന സമയത്ത് വെള്ളത്തിന്റെ പ്രഷറിലെ കൈനറ്റിക് എനർജി കൂടും. സോ ആ ഇത്രയും കൈനറ്റിക് എനർജിയിൽ വന്നിട്ട് വീഴുന്ന വെള്ളം ഈ ടർബൈൻ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. സോ turbine is connected to a generator which generate electricity. So basically നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഹൈഡ്രോ ഇലക്ട്രിക് പവർ നമുക്ക് രണ്ട് രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഒന്നൊരു ഡാം സൈസ് കൺസ്ട്രക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഒന്ന് ഡാം സൈസ് കൺസ്ട്രക്ഷൻ ആണ്, അതായത് ഒരു ഡാം വെച്ചിട്ട് ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. നെക്സ്റ്റ് തന്നെ റൺ ഓഫ് റിവർ ആണ്. ബേസിക്കലി നമ്മൾ ഈ ഡാം ഒന്നും കൺസ്ട്രക്ട് ചെയ്യുന്നില്ല, സാധാ എവിടെയാണോ റിവറിന്റെ ഹൈറ്റ് കുറച്ച് കൂടുതൽ താഴോട്ടേക്ക് വന്ന ആ രീതി, ആലപ്പുഴ വാട്ടർഫോൾ എല്ലാം പോലത്തെ ആണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഉള്ളത് ഡാം സൈഡ് കൺസ്ട്രക്ഷൻ ആണ്. ഡാം കൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ ആർട്ടിഫിഷ്യലി ഒരു റിസർവോയർ കൺസ്ട്രക്ട് ചെയ്ത് ആ റിസർവോയറിലുള്ള വാട്ടർ യൂസ് ചെയ്തിട്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നേച്ചറിന് വരുന്ന വെള്ളം യൂസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. റൺ ഓഫ് റിവർ യൂസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. ഒരു ഡാം സൈസ് കൺസ്ട്രക്ഷൻ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാം നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ, അതായത് വാട്ടർ ഫ്രം എ വെരി ഹൈറ്റ് ഈസ് ഫോളിങ് ഓൺ ടു ദ ടർബൈൻ. ഹയർ റിസർവോയർ ആണ്. സോ ഈ ഹയർ റിസർവോയറിന് ഈ വാട്ടർ ഇങ്ങനെ താഴോട്ടേക്ക് വീഴുന്ന സമയത്ത് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ടർബൈൻ ഈസ് കണക്റ്റഡ് ടു എ ജനറേറ്റർ
ആൻഡ് ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഔട്ട്പുട്ട് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കാണാൻ പറ്റും. ആൻഡ് റൺ ഓഫ് റിവറിലും സെയിം പ്രൊസീജിയർ തന്നെയാണ്. ബട്ട് നമ്മളവിടെ റിസർവോയർ ഒന്നും ഇല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സബ്ജക്ട് ടു നാച്ചുറൽ വാട്ടർ അവൈലബിലിറ്റി ആണ്. ഈ പറഞ്ഞ ഡാം അല്ല, റൺ ഓഫ് റിവറിൽ നാച്ചുറലി ഉള്ള വെള്ളമാണ്. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചതോ അങ്ങനത്തെ ഒന്നുമല്ല. അത് അതിന്റെ നേച്ചറിന്റെ വാട്ടർ അവൈലബിലിറ്റി പോലെ ഇരിക്കും അതിന്റെ ഔട്ട്പുട്ട്. അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ, നമുക്ക് ഫുൾ ടൈം റിലയബിലിറ്റി ഉണ്ടാവണമെന്നില്ല. സമ്മർ സീസണിലൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരും. ഇനി ഈ പറഞ്ഞ ഓക്കെ, ഇനി നമ്മൾ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദ ഡാം സൈസ്. അല്ലെങ്കിൽ ഡാം സൈസിനെ ബേസ് ചെയ്ത് നമുക്ക് പറയാം. ലാർജ് ഹൈഡ്രോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗ്രേറ്റർ ദാൻ 30 മെഗാവോട്ടോളം ഔട്ട്പുട്ട് തരുന്ന, നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ലാർജ് ഹൈഡ്രോ എന്ന് പറയാം. ആൻഡ് നെക്സ്റ്റ് വൺ സ്മോൾ ഹൈഡ്രോ. സ്മോൾ ഹൈഡ്രോ എന്ന് പറയുന്നത് ബേസിക്കലി 10 to 30 ലാർജ് ഹൈഡ്രോ. ആൻഡ് സ്മോൾ ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ 10 കിലോവാട്ട് 30 മെഗാവാട്ടോളം ഔട്ട്പുട്ട് പവർ തരുന്നതാണ് ഈ സ്മോൾ ഹൈഡ്രോ എന്ന് പറയുന്നത്. ആൻഡ് മൈക്രോ ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 100 കിലോവാട്ട് ആണ് മൈക്രോ ഹൈഡ്രോ. സോ നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവറിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. മൈക്രോ ഹൈഡ്രോ, ലാർജ് ഹൈഡ്രോ. ആൻഡ് നെക്സ്റ്റ്, ഇത് USA-യിലുള്ളൊരു ഡാമാണ്. ആ ഡാമിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 2074 മെഗാവാട്ടോളം ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു സെർവ് 1.3 മില്യൺ പീപ്പിൾ ആണ്. 1.3 മില്യൺ പീപ്പിളിന് വേണ്ടിയുള്ള ആവശ്യമുള്ള പവർ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് കോമ്പറ്റീറ്റീവ് ആണ്, അതുപോലെ തന്നെ റിലയബിൾ ആണ്. ഡാം എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്യുന്നതാണല്ലോ. സോ സമ്മർ ടൈം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബേസ് ലോഡ് പവർ ആണ് നെക്സ്റ്റ് അഡ്വാൻറ്റേജ്. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഫ്ലഡ്. നമുക്ക് ഇത് വെച്ചിട്ട് ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത് തന്നെ ഇലക്ട്രിസിറ്റി നമുക്ക് ജനറേറ്റ് ചെയ്യാം. അതർ ദാൻ ഇലക്ട്രിസിറ്റി നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്ലഡ് ഒക്കെ ഈ ഡാം വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഡാം കൺസ്ട്രക്ഷൻ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വാട്ടർ സപ്ലൈ. ഫുൾ ടൈം വാട്ടർ സപ്ലൈ നമുക്ക് ഉണ്ടാവും. അതായത് ഈ പറഞ്ഞ സമ്മർ സീസണിലൊക്കെ വാട്ടർ സപ്ലൈ ഈ പറഞ്ഞ പോലെ തന്നെ ഡാം ഉപയോഗിച്ച് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ ഒരു കൺസേൺ നോക്കുവാണെങ്കിൽ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഹാബിറ്റാറ്റ്, ഈ പറഞ്ഞ ഫ്ലോ ഓഫ് ഫിഷിനെയൊക്കെ ഇത് ഒബ്സ്ട്രക്ട് ചെയ്യുന്നുണ്ട് ഈ ഡാം കൺസ്ട്രക്ഷൻ. അതേപോലെ തന്നെ ഡാമിന്റെ ബ്രേക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓവറോൾ സിസ്റ്റത്തിനെ ബാധിക്കുന്നതാണ്, സസ്റ്റൈനബിലിറ്റിനെ ബാധിക്കുന്നത്. അതേപോലെ തന്നെ പീപ്പിൾ ലിവിങ് നിയർ കോസ്റ്റ് മീൻസ് ദിസ് ഡാം ഏരിയ. സോ ഡാമിന്റെ ബ്രേക്കേജും ഒരു മെയിൻ കൺസേൺ ആണ്. ലൈക്ക് മുല്ലപ്പെരിയാർ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. മുല്ലപ്പെരിയാറിന്റെ ഡാം ബ്രേക്കേജിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, മീൻസ് ന്യൂസിലും TV-യിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. സോ അതാണ് മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. സോ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണ് ഈ ടെറാവാറ്റ്സ്. ഈ കൺസ്ട്രക്ഷൻ കണ്ടു, അതിന് ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്. ലെസ് ദാൻ 100 കിലോവാട്ട്സ് ആകുമ്പോൾ മൈക്രോ ഹൈഡ്രോ പവർ എന്ന് പറയും. 101 to 2000 കിലോവാട്ട് ആകുമ്പോൾ മിനി ഹൈഡ്രോ എന്ന് പറയും. പിന്നെ നെക്സ്റ്റ് സ്മോൾ ഹൈഡ്രോ. ഇനി നെക്സ്റ്റ് എനർജി ഡിറൈവ്ഡ് ഫ്രം ഓഷൻസ് ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.